Hi everyone, welcome back to biology class. Today let us start our fifth chapter, Soldiers of Defense. Observe the illustration. What you can see here, people are wearing masks, right? This situation became a common thing for us now, isn't it? Why everyone is wearing mask? For preventing germs and also for preventing the spread of diseases. ഈ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഈസി ആയി മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ബിക്കോസ് വി ആർ വിയറിംഗ് മാസ്ക് നൗ ഫോർ പ്രിവെൻറ്റിംഗ് കൊറോണ. Haven't you observed the picture of people wearing protective masks in places where epidemics spread out? What are the uses of wearing mask in such situation? Prevent the entry of germs and also prevent the spread of disease. Can such precautions prevent the entry of pathogens into the body to a certain extent? എപ്പിഡമിക്സ് സ്പ്രെഡ് ആയ സമയങ്ങളിൽ മാസ്ക് ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യാം. Doesn't our body have its own natural defense mechanisms to prevent the entry of pathogens? You have studied in your previous classes that our body itself is having many defense mechanisms. Let us study them in detail. ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയിൽ തന്നെ കാണാം. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദേ. Defense is the ability of the body to prevent the entry of pathogens and to destroy those that have already entered the body. Our body is well equipped with a variety of defense mechanisms. So what is defense? It is the ability of our body to prevent germs, that is pathogens, and also it is the ability of our body to destroy the pathogens that have already entered. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിലേക്ക് പാത്തജൻസ് എൻറ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവാണ് ഡിഫെൻസ് മെക്കാനിസം. അതേപോലെ തന്നെ ഓൾറെഡി ബോഡിയിൽ എൻറ്റർ ചെയ്ത പാത്തജൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഡിഫെൻസ് മെക്കാനിസംസ് കൊണ്ട് സാധിക്കും. വിച്ച് ആർ ദ ഡിഫെൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡി? ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഡിഫെൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡി. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, ദാറ്റ് ഈസ് സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, മ്യൂക്കസ്, saliva, tear, etc. and body fluids. Which are the body fluids? Blood and lymph. So skin helps in defense. Skin നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിൻ മീൻസ് ദ മെംബ്രെയിൻ വിച്ച് ഈസ് സീൻ ഇൻ ഓർഗൻസ്. ഓർഗൻസിൻ്റെ അകത്ത് കാണുന്ന മെംബ്രെയിനാണ് മ്യൂക്കസ് മെംബ്രെയിൻ. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റിംഗ് അസ്. മ്യൂക്കസ്. മ്യൂക്കസ് ഈസ് ദ ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ഓർഗൻസ്. ഓർഗൻസിൽ കാണുന്ന ഫ്ലൂയിഡ് പോലുള്ള സബ്സ്റ്റൻസ് ആണ് മ്യൂക്കസ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് സീൻ ഇൻസൈഡ് നോസ്. നോസിൻ്റെ അകത്ത് കാണുന്ന ഫ്ലൂയിഡ് മ്യൂക്കസ് ആണ്. സോ മ്യൂക്കസ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റിംഗ് അസ്. ആൻഡ് സലൈവ, ഉമിനീര്, ടിയർ, കണ്ണീര്, ഇതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്ലഡ് ആൻഡ് ലിംഫ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റിംഗ് അസ് ഫ്രം ജേംസ്. ബ്ലഡ് ആൻഡ് ലിംഫ് ഈസ് ഓൾസോ പ്രിവെൻറ്റിംഗ് ദ ജേംസ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഈസ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്. Skin is the protective covering of the body. It is a safety shield that prevents the entry of germs. So skin prevents the entry of germs. ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് സാധിക്കും. ഒബ്സർവ് ദിസ് ഫിഗർ. ദിസ് ഈസ് ദ സെക്ഷൻ ഓഫ് അവർ സ്കിൻ. വി ക്യാൻ സി എപ്പിഡെർമിസ്, സെബാഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, എക്സെട്ര ഇൻ അവർ സ്കിൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, എപ്പിഡെർമിസ്. എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ present here prevents the entry of germs. Epidermis is the outermost layer of skin. It contains a protein called keratin which prevent germs. സ്കിന്നിൻ്റെ എപ്പിഡെർമസ് ലെയറിൽ കാണുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, സോ വിച്ച് പ്രോട്ടീൻ? കെരാറ്റിൻ. ഇറ്റ് ഈസ് സീൻ ഇൻ എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ. നെക്സ്റ്റ് വൺ, സെബാഷ്യസ് ഗ്ലാൻഡ്. Sebum produced by the gland makes the skin oily and waterproof. Sebum is the fluid that is produced by sebaceous gland. Sebum makes our skin oily and waterproof. So germs cannot grow on skin. Sebaceous glands produce ചെയ്യുന്ന sebum നമ്മുടെ സ്കിന്നിനെ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ് ആക്കി മാറ്റും. അത് കാരണം ജേംസിന് വളരാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഈസ് സ്വെറ്റ് ഗ്ലാൻഡ്.
The disinfectants present in the sweat produced by this gland destroy the germs. So sweat gland produces certain disinfectants. That means the chemicals that are able to kill germs. So they will destroy the germs. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വെറ്റ് ഗ്ലാൻസ് ആണ്. സ്വെറ്റിലുള്ള കെമിക്കൽസിന് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ സ്കിൻ ഹാസ് എപ്പിഡെർമിസ് ലെയർ, സെബാഷ്യസ് ഗ്ലാൻഡ് ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ്. All these helps to prevent the entry of germs. The mucous membrane is another protective covering of the body parts. The mucous membrane is the protective covering of body parts. It has certain cells called cilia. Okay. Body partsine cover ചെയ്ത് കാണുന്ന membrane ആണ് mucous membrane. Pathogens trapped in the mucus produced by this membrane get destroyed. The destroyed germs are expelled out by the cilia cells of the mucous membrane. So this mucous membrane produces mucus. Mucus trap the germs and then destroy the germs. Destroyed germs are removed through cilia cells. മ്യൂക്കസ് മെംബ്രെയിന് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂക്കസ് ഒരു ഫ്ലൂയിഡാണ്. മ്യൂക്കസിന് ജേംസിനെ ട്രാപ്പ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. പിന്നീട് മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്ന സീലിയ, ഹെയർ പോലുള്ള സ്ട്രക്ചറാണ് സീലിയ, ഡിസ്ട്രോയിഡ് ജേംസിനെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യും. ഫസ്റ്റ് ബോഡി കവറിംഗ് ഈസ് സ്കിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, സോ ബോത്ത് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദ ജേംസ്. Coverings of the body act as a habitat for many useful bacteria. The germs that enter the body need to compete with such useful bacteria for shelter and nutrients. A great number of germs get destroyed in this competition. That is, our skin also contains some useful bacteria. When germs enter, they have to compete or fight with the useful bacteria for shelter and nutrients. During this fight or competition or battle, many germs are destroyed. ബോഡി കവറിങ്ങിൽ, അതായത് സ്കിന്നിൽ ഒരുപാട് യൂസ്ഫുൾ ബാക്ടീരിയാസ് ഉണ്ട്. സോ ഒരു ജേംസ് നമ്മുടെ സ്കിന്നിലൂടെ എൻറ്റർ ചെയ്താൽ ജേംസും യൂസ്ഫുൾ ബാക്ടീരിയാസും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കും. ഈ ഫൈറ്റിൽ ഒരുപാട് ജേംസ് നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി യൂസ്ഫുൾ. You have understood that body secretions like sweat, mucus, etc. destroy the germs. Which are the other secretions that help to defend pathogens? So we discussed about mucus, sweat, etc. how they are preventing the germs. So which are the other secretions produced by our body? നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റുള്ള secretions or fluids എന്തൊക്കെയാണ്? So let us analyze. Observe this illustration. Body secretions and defense mechanism. First one, ear. Ear produces wax. So this wax will trap the germ. Ear produce ചെയ്യുന്ന ഒരു സെക്രീഷൻ ആണ് വാക്സ്. ഇയറിനകത്ത് വാക്സ് കാണാം. ഈ വാക്സ് ശരിക്കും ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്. ജേംസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വാക്സ്. ലൈസോസൈം ഇൻ ടിയർ. ടിയർ കണ്ടെയ്ൻ an enzyme called ലൈസോസൈം. ലൈസോസൈം വിൽ കിൽ ദ ജേം. ടിയറിൽ കാണുന്ന എൻസൈമാണ് ലൈസോസൈം. ലൈസോസൈം ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. Mucus in nose. Nose contains a fluid called mucus. Mucus will trap the germs. നോസിൽ കാണുന്ന ഫ്ലൂയിഡാണ് മ്യൂക്കസ്. മ്യൂക്കസ് ജേംസിനെ ട്രാപ്പ് ചെയ്യും. ലൈസോസൈം ഇൻ സലൈവ. സലൈവ കണ്ടെയ്ൻസ് an enzyme called ലൈസോസൈം. ലൈസോസൈം വിൽ കിൽ ദ ജേം. സലൈവയിൽ കാണുന്ന എൻസൈമാണ് ലൈസോസൈം. ലൈസോസൈം ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. നെക്സ്റ്റ് വൺ, മ്യൂക്കസ് ഇൻ ട്രക്കിയ. ട്രക്കിയ ഈസ് ദ വിൻഡ് പൈപ്പ്. ഓക്കെ, inside the trachea there is mucus. So mucus will trap the germs. ട്രക്കിയക്കകത്ത് കാണുന്ന മ്യൂക്കസ് ജേംസിനെ ട്രാപ്പ് ചെയ്യും. HCl in stomach. So inside stomach there is an acid called hydrochloric acid. So this acid will kill the germs. സ്റ്റൊമക്കിൽ കാണുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. മ്യൂക്കസ് ഇൻ ഇൻഡസ്റ്റൈൻ. So inside the intestine also mucus is present. So mucus will trap the germs. ഇൻഡസ്റ്റൈൻ്റെ അകത്ത് കാണുന്ന മ്യൂക്കസും ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. Lysozyme in urine. Urine also contains an enzyme called lysozyme. So lysozyme will kill the germs. യൂറിനിൽ കാണുന്ന എൻസൈം ലൈസോസൈം ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. So these are the secretions produced by our body to destroy the germs. So which are the body secretions? Earwax, lysozyme in tear, mucus in nose, lysozyme in saliva, mucus in trachea, HCl in stomach,
mucus in intestine, lysozyme in urine.